രോഹിത് വെമുല ദലിതനല്ല. രാജ്യത്തെ പിടിച്ചുലച്ച ഹൈദരാബാദ് സെൻട്രൽ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുല ജീവനൊടുക്കിയതിന്റെ കാരണമായി തെലങ്കാന പോലീസിന്റെ കണ്ടെത്തൽ. രാജ്യമാകെ ജാതിവരിക്കെതിരെ അലയടിച്ചൊരു മഹാപോരാട്ടത്തെ നാണം കെടുത്തുന്ന കൈകഴുകൽ. ആരോപണം നേരിട്ടവരിൽ പ്രമുഖർ BJP നേതാക്കളായ സ്മൃതി ഇറാനിയും ബന്ദാരു ദത്താത്രേയയും അടക്കമുള്ളവർ. കേസ് എഴുതിത്തള്ളുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ പോലീസ്. കേസ് അവസാനിപ്പിക്കുന്നതിനായി പോലീസ് കോടതിയിൽ നൽകിയ ക്ലോഷർ റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ. രോഹിത് പട്ടികജാതിയിൽപ്പെടുന്ന വ്യക്തിയല്ല. യഥാർത്ഥ ജാതി വെളിപ്പെടുമെന്ന് പേടിച്ച് ജീവനൊടുക്കി. മരണത്തിന് മറ്റാരും ഉത്തരവാദിയല്ല. തെളിവ് ഹാജരാക്കാതെയാണ് കുടുംബം ജാതി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത്. സത്യം പുറത്തായാൽ അക്കാദമിക് ബിരുദങ്ങൾ നഷ്ടമാകുമെന്ന് ഭയന്നു. നടപടി നേരിടുമെന്നും രോഹിത് നിരന്തരം ഭയപ്പെട്ടു. ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട കാരണങ്ങളുടെയോ സാഹചര്യത്തിന്റെയോ തെളിവുകൾ ഇല്ല. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരണത്തിലാണ് ഞാൻ സന്തോഷവാനായിരിക്കുന്നതെന്ന് അറിയുക. മനുഷ്യരിൽ ചിലർക്ക് ജന്മം തന്നെയാണ് ശാപം. എൻ്റെ ജനനം തന്നെ ഒരു കൊടും തെറ്റായിരുന്നു. മരണത്തിലേക്ക് പോകും മുൻപ് രോഹിത് വെമുല എന്ന 76-കാരൻ അവസാനമായി കുറിച്ചിട്ട വാക്കുകളാണിത്. ക്യാമ്പസിൽ നേരിട്ട കടുത്ത ജാതി വിവേചനത്തിനെതിരെ 12 ദിവസം രാപ്പകൽ സമരം നടത്തിയ രോഹിത് ആ കുറിപ്പിൽ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കരുത്. ജീവിതത്തെക്കാൾ മരണത്തിലാകും ഞാൻ സന്തോഷവാനായിരിക്കുക എന്നറിയുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനങ്ങളിലൊടുങ്ങിയ അനേകം പേരിൽ ഒരാളായില്ല രോഹിത്. രാജ്യമാകെ അത് ജാതി വിവേചനത്തെ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാക്കി. വിദ്യാലയങ്ങളിൽ തുടങ്ങി കേന്ദ്ര സർക്കാരിനെ വരെ പിടിച്ചുലയ്ക്കുന്നതായി മാറി പിന്നീടുണ്ടായ പ്രതിഷേധങ്ങൾ. നമുക്ക് തെലങ്കാനയിലെ ഗുണ്ടൂർ ജില്ലയിലേക്ക് പോകാം. അവിടെ അഞ്ജാനി ദേവി എന്ന വയോധിക രോഹിത് ജനിക്കുന്നതിനും 18 വർഷം മുന്നേയുള്ള കഥ പറയും. ഒരു നട്ടുച്ച സമയം വേപ്പുമര ചുവട്ടിൽ കിട്ടിയ അല്പം തണലിൽ ചില കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നു. അതിൽ നടന്നു തുടങ്ങിയിട്ടില്ലാത്ത സുന്ദരിയായ ഒരു പെൺകുട്ടി. മകളെ നഷ്ടമായിട്ട് അധികമായിട്ടില്ലാത്ത അഞ്ജനാദേവി റെയിൽവേ ട്രാക്ക് തൊഴിലാളികളായ മാതാപിതാക്കളോട് ആ കുട്ടിയെ വളർത്താൻ ചോദിച്ചു. അവർ സമ്മതിച്ചു. അഞ്ജനാദേവി OBC സമുദായവും തൊഴിലാളികളായ മാതാപിതാക്കൾ പട്ടികജാതിയിൽപ്പെട്ട മാല സമുദായക്കാരുമായിരുന്നു. രാധിക എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അവളെ ജാതി മറച്ചുവെച്ച് തൻ്റെ സമുദായാംഗമായ ഒരാൾക്ക് അഞ്ജനാദേവി വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് രോഹിത് അടക്കം 3 കുട്ടികൾ പിറന്നു. പിന്നെ എപ്പോഴോ ഭർത്താവ് സത്യമറിഞ്ഞതോടെ രാധികയുടെയും കുട്ടികളുടെയും ജീവിതം കൈപ്പേറിയതായി. അവരെ അഞ്ജനാദേവി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇതിൻ്റെ മറുവശം പക്ഷേ നാട്ടുകാർ പറയും. അഞ്ജനയുടെ വീട്ടിൽ വേലക്കാരുടെ വിലയെ രാധികയ്ക്കും മക്കൾക്കും ഉണ്ടായിരുന്നുള്ളൂ. ജാതി അവിടെയും വലിയ പ്രശ്നമായി. ആത്മഹത്യാക്കുറിപ്പിൽ രോഹിത് വെമുല തൻ്റെ ജനനം തന്നെ വലിയൊരു കുറ്റമായെന്ന് പറഞ്ഞതിന് ഏറെയൊന്നും അന്വേഷിച്ച് പോകേണ്ടതില്ലല്ലോ. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ ആദ്യം SFIയുടെയും പിന്നീട് അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന്റെയും സജീവ പ്രവർത്തകനായ രോഹിത് നേരിട്ടത് കടുത്ത ജാതി വിവേചനം. സ്കോളർഷിപ്പ് തടഞ്ഞുവെച്ച VCക്ക് ഗതികെട്ട് രോഹിത്തിന് ഒരിക്കൽ എഴുതേണ്ടി വന്നു, പണം തരുന്നില്ലെങ്കിൽ വേണ്ട, പകരം കുറച്ച് വിഷമോ കയറോ തരാൻ പറ്റുമോ? സർവകലാശാല വെച്ച് പുലർത്തിയിരുന്ന സംഘപരിവാർ വിധേയത്വത്തെ എതിർത്തതിന്റെ പരിണതഫലം കൂടിയായിരുന്നു കടുത്ത വിവേചനം. ABVP നേതാവ് സുശീൽ കുമാറിനെ മർദ്ദിച്ചു എന്നാരോപിച്ച് 2015 ഓഗസ്റ്റ് 5-നാണ് രോഹിത് അടക്കം 5 പേർക്കെതിരെ സർവകലാശാല അന്വേഷണം പ്രഖ്യാപിച്ചത്. യാക്കൂബ് മേമന്റെ വധശിക്ഷയ്ക്കെതിരെ രോഹിത് അടക്കമുള്ള ASA പ്രവർത്തകർ പ്രതിഷേധിച്ചുവെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സ്ഥലത്തെ BJP MP ബന്ദാരു ദത്താത്രേയ മന്ത്രി സ്മൃതി ഇറാനിക്ക് കത്തയച്ചതിന് പിന്നാലെ 5 പേരെയും സസ്പെൻഡ് ചെയ്തു. പിന്നീട് ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി. ഇതിനെതിരെ ആരംഭിച്ച നിരാഹാര സമരത്തിന്റെ 12-ാം ദിനം തന്റെ ജനനത്തെ തന്നെ കുറ്റപ്പെടുത്തി അംബേദ്കർ സ്റ്റുഡന്റ് അസോസിയേഷന്റെ കൊടിയിൽ രോഹിത് വെമുല ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. രോഹിത്തിന്റെ മരണം രാജ്യത്താകെ ഉയർത്തിവിട്ട അലയൊലികൾ ചെറുതായിരുന്നില്ല. ജാതിവരിക്കെതിരായ പോരാട്ടങ്ങളുടെ പുതിയ പ്രതീകമായി ആ യുവാവ്. തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് രോഹിത്തിൻ്റെതെന്ന് BJP ആരോപിച്ചു. ഇത് ജാതി പ്രശ്നമേ അല്ലെന്നായിരുന്നു മാനവവിഭവശേഷി മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി പ്രതികരിച്ചത്. സ്മൃതിയെ നീക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ സംഘടിച്ചു. വെമുലയെ സസ്പെൻഡ് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തിയത് സ്മൃതിയാണെന്ന് വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു. ഉടൻ മെഡിക്കൽ സഹായം നൽകാൻ ഡോക്ടർമാരെ ആരും അനുവദിച്ചില്ലെന്നും ആത്മഹത്യ ചിലർ രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്നുമുള്ള സ്മൃതി ഇറാനിയുടെ വാക്കുകളും പിന്നീട് വിവാദമായി. ഇത് തെറ്റെന്നും രാജ്യത്തോട് സ്മൃതി കള്ളം പറയുന്നുവെന്നും പ്രതിഷേധക്കാർ തെളിവ് സഹിതം സമർത്ഥിച്ചു. ആത്മഹത്യ ചെയ്ത ഒരാളെ ഹീറോ ആക്കേണ്ട കാര്യമില്ലെന്നാണ് BJP വക്താവായിരുന്ന സാംബിത് പത്ര പറഞ്ഞത്. അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനും ഇടത് വിദ്യാർത്ഥികളും അണിചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ വെമുല ക്യാമ്പയിന് പിന്തുണയുമായി കോൺഗ്രസിന് എത്തേണ്ടി വന്നു. പോലീസ് കേസ് അവസാനിപ്പിക്കുമ്പോൾ അതേ കോൺഗ്രസിന്റെ സർക്കാരാണ് ഇപ്പോൾ തെലങ്കാനയിൽ.
രോഹിത്തിന്റെ മരണത്തിന് പിന്നാലെ വിഷയം ഏറ്റെടുത്ത തെലങ്കാന തെലുങ്കുദേശം പാർട്ടി കടുത്ത പ്രതിഷേധവുമായി അന്ന് രംഗത്തെത്തിയിരുന്നു. നിഷ്പക്ഷ അന്വേഷണം നടത്തി കുറ്റവാളികളെ പൊതുജന മധ്യത്തിൽ എത്തിക്കണമെന്നായിരുന്നു ആവശ്യം. അന്ന് TTDP വർക്കിംഗ് പ്രസിഡന്റായിരുന്ന രേവന്ത് റെഡ്ഡി ഇങ്ങനെ പറയുകയുണ്ടായി: ക്യാമ്പസുകളിൽ ഇപ്പോഴും തുടരുന്ന ജാതി വിവേചനത്തിന്റെ നേർക്കാഴ്ചയാണിത്. ഇന്ന് അതേ രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാന മുഖ്യമന്ത്രി. എല്ലാവരും എല്ലാം സൗകര്യപൂർവ്വം മറന്നുപോയോ? അതോ രേവന്ത് റെഡ്ഡി വീണ്ടും പഴയ ABVP-കാരനായി മാറിയോ? ഭാരത് ജോഡോ യാത്രയുടെ 55ാം ദിനം ഹൈദരാബാദിൽ രോഹിത് വെമുലയുടെ അമ്മയെ ചേർത്ത് പിടിച്ച ചിത്രം ട്വീറ്റ് ചെയ്ത് രാഹുൽ ഗാന്ധി കുറിച്ചു: ഇവർ നൽകുന്നത് പുതിയ ഊർജ്ജമാണ്. കോൺഗ്രസിന്റെ 85ാമത് പ്ലീനറി സമ്മേളനം അംഗീകരിച്ച സാമൂഹ്യനീതി പ്രമേയത്തിൽ ഇങ്ങനെ പറയുന്നു: പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് വിദ്യാഭ്യാസത്തിനും അന്തസ്സിനുമുള്ള അവകാശം സംരക്ഷിക്കുന്നതിനായി രോഹിത് വെമുല നിയമം എന്ന പേരിൽ ഒരു നിയമം നടപ്പിലാക്കും. ജന്മം മുതൽ മരണം വരെ പീഡിപ്പിച്ച ജാതി വിവേചനങ്ങളിൽ തളർന്നൊരു മിടുക്കനായ ഗവേഷക വിദ്യാർത്ഥി ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ 8ാം വർഷം ആ ജാതി തന്നെ കളവാണെന്ന് ആരോപിച്ച് പോലീസ് കേസ് ഡയറി മടക്കുമ്പോൾ ഒറ്റ ചോദ്യമാണ് ബാക്കി: ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരണത്തിലാണ് ഞാൻ സന്തോഷവാനായിരിക്കുന്നുവെന്ന രോഹിത് വെമുലയുടെ വിശ്വാസം തെറ്റിപ്പോയില്ലേ?